ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതം ഫലശൂന്യമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർച്ച വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇതിനുത്തരം നമുക്ക് തരുന്നുണ്ട്. യേശു നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ബന്ധങ്ങളുടെ ആഴത്തെയും ആത്മീയ ഫലപ്രാപ്തിയെയും കുറിച്ചാണ് ഈ വചനഭാഗം സംസാരിക്കുന്നത്. ഈ വചനഭാഗം 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1. ബന്ധത്തിൻ്റെ പ്രാധാന്യം. ഒരു ശാഖയ്ക്ക് സ്വയമായി ഫലങ്ങൾ കായ്ക്കാൻ കഴിയില്ല. അത് മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നാൽ മാത്രമേ അതിനത് സാധിക്കൂ. അതുപോലെ ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാനാകില്ല. നമ്മുടെ പ്രാർത്ഥനയും ആത്മീയ ജീവിതവും വെറും ചടങ്ങുകളാകാതെ ക്രിസ്തുവുമായുള്ള ജീവനുള്ള ബന്ധമായി മാറണമെന്ന് യോഹന്നാൻ ആദ്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2. ശുദ്ധീകരണം. വെട്ടിയൊരുക്കലുകൾ. ബലം കായ്ക്കുന്നതിനായി എല്ലാ ശാഖകളെയും പിതാവ് കൂടുതൽ വെട്ടിയൊരുക്കുന്നു. ആ വെട്ടിയൊരുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് കഷ്ടതകളായിട്ടും പ്രതിസന്ധികളായിട്ടും അതെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പാണെന്ന ചിന്തയിൽ നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെയും സ്വാർത്ഥതകളെയും നീക്കി നമ്മെ കൂടുതൽ വെട്ടിയൊരുക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് യോഹന്നാൻ 2 പറയുന്നു. 3. ക്രിസ്തുവിൽ വസിക്കുക. നിങ്ങൾ എന്നിലും എൻ്റെ വാക്കുകൾ നിങ്ങളിലും വസിച്ചാൽ യേശുവിൻ്റെ സ്നേഹത്തിലും അവിടുത്തെ വചനത്തിലും നിലനിൽക്കാനാണ് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യമെന്നത്. നാം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലേക്ക് ഒഴുകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. നാം ഇന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? അതോ ലോകത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ആത്മീയമായി ഉണങ്ങിപ്പോയോ? ശാഖ വള്ളിയോട് ചേർന്നിരുന്നാൽ ഫലം താനേ ഉണ്ടാകും. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. വരും ദിവസങ്ങളിൽ യേശുവിൻ്റെ വചനത്തിലും സ്നേഹത്തിലും നിലനിന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന തായ്തണ്ടായി നമുക്ക് മാറാം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.